അന്ന് ഈ പറഞ്ഞ ആരോപണമായിട്ട് ഇവരെന്തുകൊണ്ട് വന്നില്ല? ഈ പറയുന്ന വ്യക്തിയുമായിട്ട് ഞാൻ ആ പേര് ഇന്ന് ഈ നിമിഷം വരെ എടുത്ത് പറഞ്ഞില്ല. പക്ഷെ അവരാണ് എൻ്റെ പേര് എടുത്ത് പറയുന്നത്. ഞാൻ ഇന്ന് ഈ നിമിഷം വരെ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെയും അവരുടെ പേര് എടുത്ത് പറഞ്ഞിട്ടുമില്ല. ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നുമില്ല. എന്നെ കുറിച്ച് പറഞ്ഞതിൻ്റെയാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഈ നിമിഷം വരെ ഇവരുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. നമസ്കാരം, ട്രൈസ്പാർക്ക് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എല്ലാവർക്കും പ്രിയപ്പെട്ട രേണുസുധിയാണ്. പ്രിയപ്പെട്ടതാണോ? അതെ, തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് പ്രിയപ്പെട്ടത് തോന്നില്ല. എല്ലാവർക്കും ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. നിങ്ങളെപ്പോലുള്ള നല്ല കുറച്ച് പേരുടെ പ്രിയപ്പെട്ടത് തന്നെയാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഏറ്റവും എംപവേർഡ് വുമൺ എന്നുള്ളതിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു സ്ത്രീ തന്നെയാണ് രേണു. എനിക്ക് കണ്ടപ്പോഴൊക്കെ തോന്നിയിട്ടുള്ളത് അതാണ്. കാരണം ഒരുപാട് ആൾക്കാരുടെ റെസ്പോൺസസ്, പല വിധത്തിലുള്ള റെസ്പോൺസസിനോട് വളരെ കൂളായിട്ട് റിപ്ലൈ കൊടുക്കുന്ന രേണുസുധി. അപ്പം അതിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? ആ ഒരു ബോൾഡ്നെസ് എങ്ങനെയുണ്ടായി? ഇല്ല, ഓൾറെഡി ഇപ്പം ബോൾഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് മുളച്ചു വരുന്ന സാധനമൊന്നുമല്ല. നമുക്ക് ജെനുവൻ നമുക്കുള്ള ഒരു ഇത് തന്നെയാണ്. കാരണം സുധിച്ചേട്ടനുള്ള സമയത്തും ഞാനിങ്ങനെ പ്രതികരിക്കേണ്ട സ്ഥാനത്ത് ഞാൻ പ്രതികരിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരാൾ തന്നെയാണ്. പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ മുന്നിൽ ഒരാളുണ്ട്. ഇപ്പം നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ രീതി പ്രകാരം ഭർത്താവ് എന്ന് പറയുന്ന ആൾ നമ്മുടെ തലയാണ്. അപ്പം തലയിരിക്കും വാലാടേണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ആളുള്ളപ്പോൾ ആളുടെ ആ ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് നമ്മൾ പുറകെ നിന്ന്. പക്ഷെ ഇപ്പം ആൾ എന്നേക്കോട്ട് നഷ്ടപ്പെട്ടൊരവസ്ഥയാണ്. അപ്പം നമ്മൾ നമ്മുടേതായുള്ള രീതിയിൽ ഇപ്പം പറഞ്ഞ പോലെ ആ ഒരു ബോൾഡ്നെസ് നമുക്ക് തന്നെ ഉള്ളിൽ നിന്ന് തന്നെ വരും. അല്ല, നമ്മളെക്കുറിച്ച് പറയാൻ നമ്മളല്ലാതെ വേറെ ആരുമില്ല. നമ്മൾ പലരും പലവിധമാണ് പറയുന്നത് അല്ലേ. പക്ഷെ നമ്മളെ അറിയാവുന്നവർക്കും അല്ലെങ്കിൽ നമ്മളെ വ്യക്തമായിട്ട് അറിയാവുന്നവർക്കും കുറച്ച് പേര്, അല്ലെങ്കിൽ അതിൽ കൂടുതലും നമുക്കല്ലേ നമ്മളെ അറിയത്തുള്ളൂ. സോ നമുക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബോൾഡ് ആയതും ഇങ്ങനെ തന്നെ മുന്നോട്ട്. ശരിയാണ്, മക്കൾക്കും അത് തന്നെ. എനിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി, മക്കൾ. നമ്മള് ഈ സ്റ്റാർ മാജിക്കിന്റെ ആ ഒരു വേദിയിൽ വെച്ചിട്ടാണല്ലോ എന്റെ സെക്കൻഡ് വൈഫ്, എന്റെ വാവ എന്ന് പറഞ്ഞിട്ടാണ് സുധിച്ചേട്ടനാണ് പരിചയപ്പെടുത്തിയത് അല്ലേ. സുധിച്ചേട്ടൻ ആ ഒരു ക്ലിപ്പിംഗ്സ് ഇപ്പോഴും കിടപ്പുണ്ട്. നിങ്ങൾ വേണേ പിന്നെ കണ്ടോളൂ. അതിനകത്ത് അങ്ങനെയാണല്ലോ പറയുന്നത് അല്ലേ. അതെ അതെ അതെ. അത് കണ്ടപ്പോഴെനിക്ക് എന്റെ മനസ്സിലേക്ക് വന്നതും അതാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സുധിച്ചേട്ടനാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ, ആ ഒരു സംഭവം പറഞ്ഞത്. ഇതെന്റെ വാവക്കുട്ട, എനിക്ക് എൻ്റെ ആദ്യത്തെ വൈഫ് പോയി. ഞാൻ ഇപ്പോഴും ആ വാക്കുകൾ ഓർക്കുന്നു, മാനിക്കുന്നു. എൻ്റെ ആദ്യത്തെ വൈഫ് പോയപ്പോൾ എനിക്ക് രണ്ടാമതായി എനിക്ക് ആൾക്ക് ചിലപ്പോൾ ഇപ്പൊ ഒരാളുടെ ലൈഫിൽ പല ബന്ധങ്ങളും വന്നിരിക്കും. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് അത് ആ വ്യക്തിയുടെ ഒരു ധർമ്മമാണ്. അല്ലെ, ആ വ്യക്തിക്ക് എങ്ങനെയാണോ അത് ഉൾക്കൊള്ളുന്നത് അതേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ അല്ലെ. ഇപ്പൊ ഞാൻ 10 ലൈഫ് എനിക്ക് മുന്നേ കല്യാണം കഴിച്ചെങ്കിലും എനിക്കിപ്പോൾ 2 ലൈഫാണ് അല്ലെങ്കിൽ 3 ലൈഫാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയാൽ ഞാൻ അതേ എടുത്ത് പറയത്തുള്ളൂ. ആണോ അല്ലേ? അതെ അതെ അതെ. സോ അതേ ഇവിടെ സുധിച്ചേട്ടൻ കാണിച്ചുള്ള ആ വേദിയിൽ പിടികിട്ടിയോ? അതാണ്. അപ്പം സുധിച്ചേട്ടൻ അന്ന് സുധിച്ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാനല്ല കെട്ടിയത്, അല്ലെങ്കിൽ എനിക്ക് ഇവരുമായിട്ട് ഈ പറയുന്ന വ്യക്തിയുമായിട്ട് ഞാൻ ആ പേര് ഇന്ന് ഈ നിമിഷം വരെ എടുത്ത് പറഞ്ഞില്ല. പക്ഷെ അവരാണ് എൻ്റെ പേര് എടുത്ത് പറയുന്നത്. ഞാൻ ഇന്ന് ഈ നിമിഷം വരെ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെയും അവരുടെ പേര് എടുത്ത് പറഞ്ഞിട്ടുമില്ല. ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നുമില്ല. ഞാൻ പറയൂല. ഓക്കെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ മോളെ. അപ്പം ഈ ഒരു സംഭവം, അതായത് സുധിച്ചേട്ടൻ അന്ന് ആ വേദിയിൽ അത്രയും ലക്ഷക്കണക്കിന് പ്രേക്ഷകരുള്ള ആ ഫ്ലവേഴ്സിന്റെ സ്റ്റാർ മാജിക് വേദിയിൽ അദ്ദേഹമാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ. അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അന്ന് ഈ പറഞ്ഞ ആരോപണമായിട്ട് ഇവരെന്തുകൊണ്ട് വന്നില്ല? സുധിച്ചേട്ടൻ ജീവനോടുള്ളപ്പോൾ ഇപ്പൊ ഈ പറയുന്ന ആരോപണമായിട്ട് ഇവർന്ന് മാത്രം ഈ ഒരു ആള് എന്തുകൊണ്ട് വന്നില്ല? അന്ന് വരാറുന്നല്ലോ, അന്ന് മീഡിയാസ് ഉണ്ടല്ലോ, അന്ന് ഇന്റർവ്യൂസ് ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് മനസാക്ഷിയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഏതൊരു കേരളത്തിലെ ജനങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിവുണ്ട്. ഞാൻ ഒരു തെറ്റും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് എനിക്ക് എൻ്റേതുള്ള ശരികളുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഓരോ കാര്യത്തിനും വ്യക്തതയുണ്ട്, വ്യക്തമായിട്ടുള്ള ഉത്തരമുണ്ട്. അന്ന് എന്തുകൊണ്ട് ഇവർ വന്നില്ല? അന്ന് വന്നിരുന്നെങ്കിൽ ഇതിനൊരു പരിഹാരമോ എന്തെങ്കിലും കാണാമായിരുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? പക്ഷെ ഇന്ന് ആ ഒരു വ്യക്തി മണ്ണോട് മണ്ണ് ചേർന്നു അല്ലേ. 2 വർഷങ്ങൾക്ക് പിടികിട്ടിയോ? ഞാൻ ഈ എല്ലാവരോടും ഞാൻ പറയാനുള്ള ഈ ഇന്റർവ്യൂസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു ഇന്റർവ്യൂ എൻ്റെ കുഞ്ഞുങ്ങളാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ ഒരു ഇന്റർവ്യൂസ് കണ്ടിട്ടില്ല, കണ്ടിട്ടുമില്ല, കാണുന്നുമില്ല.
ഒട്ട് കാണത്തുമില്ല. പക്ഷെ എന്നോട് ഇത് ഇപ്പൊ ഇങ്ങനെ ആങ്കർമാർ ചോദിക്കുമ്പോഴും പിന്നെ എന്റെ ഫ്രണ്ട്സുകൾ പറയുമ്പോഴുമാണ് ഞാൻ ഇത് അറിയുന്നത്. ഞാൻ പറഞ്ഞു വന്നേ ഇത് നിങ്ങൾ പ്രേക്ഷകരെ നിങ്ങൾ തീരുമാനിക്കണം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം. ഇത്ര ഒരു ചോദ്യം ഞാൻ എടുത്തിട്ട് വേറെ ഒരു ഇന്റർവ്യൂസിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുമില്ല. നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. അന്ന് ആ മനുഷ്യൻ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞ രണ്ടാം ലൈഫാണ് ഞാൻ. അങ്ങനെ ഒരു ഇടയ്ക്കൊരു ലൈഫ് ഉണ്ടെങ്കിൽ അല്ല ഉണ്ടായിട്ടെ ഉണ്ടോ ഇല്ല എന്തോ ആകട്ടെ, ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല, എന്തുകൊണ്ടാണ് ആ സ്ത്രീ അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് അന്ന് പറഞ്ഞില്ല? അന്ന് പറഞ്ഞ അദ്ദേഹം ജീവനോടുണ്ട്. പോയിന്റ് അല്ലേടാ. ഇത് മരിച്ച് 2 വർഷത്തിന് ശേഷം ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്കറിയാമോ ഇതിനെപ്പറ്റി എന്താ കാര്യം? മരിച്ചുപോയി ക്ലാരിറ്റി വരുത്താനായിട്ട് അദ്ദേഹത്തിനെ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്നവർക്കേ കഴിയത്തുള്ളൂ. ഞാൻ ജീവിതത്തിൽ കണ്ണുകൊണ്ട് കാണാത്ത ഒരാളെ പറ്റി ഞാൻ എന്ത് പറയാനാണ്? ഞാൻ ഇനിയിപ്പോ അവരുടെ ആവശ്യം എന്താണ്? മരിച്ചു കഴിഞ്ഞു. സുധിച്ചേട്ടൻ ഉണ്ടാക്കിയ സ്വത്താണോ ആവശ്യം? 0 ബാലൻസ് ആണ് സുധിച്ചേട്ടൻ. ഓക്കെ, സുധിച്ചേട്ടൻ ഉണ്ടാക്കിയ സ്വത്ത് കൊണ്ടുപോളൂ. ഇനി സുധിച്ചേട്ടനെയാണോ ആവശ്യം? ഇപ്പൊ അവരൊരു കുടുംബമായിട്ട് ജീവിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. ഇനിയിപ്പോൾ സുധിച്ചേട്ടനെ ഞാൻ എങ്ങനെ പുനർജീവിപ്പിച്ച് കൊണ്ടുകൊടുക്കാൻ പറ്റുമോ? പിന്നെ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ബുദ്ധിയുള്ള ഓരോ മലയാളികളോടുമാണ് ഞാൻ ചോദിക്കുന്നത്. കുറെ പേര് ഇന്റർവ്യൂസ് എടുക്കുന്നല്ലോ, അതെടുക്കുന്നല്ലോ, ഇതെടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്നിൽ നിന്ന് എന്താണ് ഇവർക്ക് ആവശ്യം? ഇവരുടെ ഒരു പേര് പോലും രേണു സുധി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇവരെ പറ്റി ഞാൻ ഒരു നെഗറ്റീവും എന്തായത് ഞാൻ ഒരു മീഡിയയ്ക്ക് മുന്നിൽ അവരെ പറ്റി ഒന്ന് എന്നെ കുറിച്ച് പറഞ്ഞതിൻ്റെയാണ് ഞാൻ പറയുന്നത്. ഇന്നീ നിമിഷം വരെ ഇവരുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. പേര് പറഞ്ഞ് നിങ്ങൾ ഇവരുടെ പേര് പറഞ്ഞ് ഇവരെ അധിക്ഷേപിച്ചിട്ടില്ല ഞാൻ. ഇവരാണ് രേണു എന്ന് പറഞ്ഞ് ഇവര് 40 വട്ടം 10,000 ഇന്റർവ്യൂ കൊടുത്ത് പറയുന്നത്. ഇതിന് ഒറ്റ ഇതേ ഉള്ളൂ, ഫേമസ് ആകാനായിട്ട്. നിങ്ങൾ ഫേമസ് ആയിക്കോളൂ. ഇനി എന്റെ പേര് പറഞ്ഞ് വെറുതെ അധിക്ഷേപിക്കരുത്. എന്റെ പേര് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. രേണു സുധി ഒരു ഇഞ്ച് തളരത്തില്ല. രേണു സുധി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. രേണു സുധി കാരണം ആരുടെയും ജീവിതം നശിപ്പിച്ചിട്ടില്ല. രേണു സുധിക്കറിയാം. അതെ, ഇതാണ് ഇതിനുള്ള ക്ലാരിഫിക്കേഷൻ. ശരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിക്കണം. തീർച്ചയായിട്ടും. അല്ലാതെ വല്ലവരും എന്തായാലും നമുക്ക് ഇന്നാ നിങ്ങളുടെ കുഞ്ഞും നിങ്ങളും വിശന്നിരിക്കുവാണോ നിങ്ങൾക്ക് ഭക്ഷണം ഇന്നാന്ന് പറഞ്ഞ് കൊണ്ടുതരില്ല അല്ലെ. നമ്മുടെ വിശപ്പ് മാറണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിച്ച്. അല്ല എടാ, കുറെ ദിവസമായിട്ട് ഈ ഒരു ഇങ്ങനെ കിടന്ന് ചർച്ച വരെ ഈ ഒരൊറ്റ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളതും. ഇതാണ് സത്യം. എനിക്കുള്ള സത്യം ഇതാണ്. അല്ല, ഞാൻ ചോദിച്ച സത്യമാണോ? നിങ്ങളൊരു പ്രേക്ഷക എന്ന നിലയിൽ ഞാൻ ഇപ്പൊ സംസാരിച്ചിട്ട് ആരുടെയും പക്ഷം ചേരണ്ട. അതെ അതെ അതെ, ശരിയാണ്. തീർച്ചയായിട്ടും എനിക്കും തോന്നിയതാണ് ഈ 2 വർഷങ്ങൾക്ക് ശേഷം ഈ പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് 2 വർഷങ്ങൾക്കോ 3 വർഷങ്ങൾക്കോ ശേഷം വന്നോട്ടെ, അല്ലെ 10 വർഷങ്ങൾക്ക് ശേഷം വന്നോട്ടെ, ആളുണ്ടെങ്കിൽ ഭൂമിയുടെ മുകളിൽ അദ്ദേഹം ജീവനോട് ഉണ്ടെങ്കിൽ അത് പറയാനുള്ള അവകാശവും അധികാരം ആർക്കും ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അദ്ദേഹം മരിച്ച് മണ്ണോട് ചേർന്നു. അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞിനെ ജന്മം നൽകിയ ഒരു അമ്മയാണ് ഞാൻ. അതുപോലെ മൂത്ത കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ. ഞാൻ എന്ത് ചെയ്തു അവരോടൊക്കെ? ആരുടെയും വീട്ടിൽ ചെന്ന് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, പറയുന്നില്ല. അവരുടെ ആരുടെയും പേര് ചെന്ന് മാന്തി കുത്തുന്നില്ല. ഇതൊക്കെ എന്തിനാണ്? വ്യൂസിന് വേണ്ടിയിട്ട് എന്നെ താറടിക്കുക. എന്തിനു? ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലല്ലോ. അത്രയേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇതിനകത്ത് യാതൊരുവിധ പ്രശ്നവുമില്ല. പറയേണ്ടവർ ഫേമസ് ആകേണ്ടവർ ആയിക്കൊണ്ടിരിക്കും. ഞാനൊരു സൈഡിൽ കൂടെ എൻ്റെ ജോലി നോക്കി എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി സ്നേഹിച്ച് 2 മക്കളെ ഒരുപോലെ നെഞ്ചോട് ചേർത്ത് ഞാൻ മുന്നോട്ട് പോകും. അതെ അതെ. അപ്പൊ നമ്മുടെ ഓരോ വീഡിയോസിന്റെയും താഴെ വരുന്ന കമന്റ് സെക്ഷൻ ഉണ്ടല്ലോ, അതിപ്പോ കാണാറില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ അധികം കാണാറില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും എന്നെ കണ്ടിപ്പെട്ട് കഴിഞ്ഞാൽ ആൻസർ കൊടുക്കുകയും ചെയ്യും. പിന്നെ ഞാൻ ഇപ്പൊ എല്ലാവരും എന്നോട് പറയും, എടി മോനെ സെലിബ്രിറ്റികളൊന്നും ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല, നീ ഒരു സെലിബ്രിറ്റി. അപ്പൊ ഞാൻ സെലിബ്രിറ്റിയോ? എടി നീ സെലിബ്രിറ്റി ആടി, നിന്റെ വില നിനക്ക് അറിയത്തില്ല. അപ്പൊ നീ ഇതൊന്നും മൈൻഡ് ചെയ്ത് ഇവറ്റകൾ കുരയ്ക്കുന്ന പട്ടി കുരച്ചോണ്ടിരിക്കും. നീ അതിനെ കല്ലെടുത്തറിയുമ്പോ പിന്നെ അത് കുരയ്ക്കാൻ വരും. എന്നോട് ഇങ്ങനെ എന്റെ ഫ്രണ്ട്സ് പറയുന്നത് കേട്ടോ, അല്ലാതെ പട്ടികളെന്ന് ആരും അധിക്ഷേപിച്ചില്ല. എന്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞ കുരയ്ക്കുന്ന പട്ടികൾ കുരച്ചോണ്ടിരിക്കും, കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവര് ആ പട്ടികൾ കുരച്ചോണ്ടിരിക്കും. അപ്പൊ ഈ ചറപറ നിനക്ക് വരുന്ന നെഗറ്റീവ് കമന്റ്സിന് നീ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആവേശമാകും. അവര് പിന്നെ ഫ്രണ്ട്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉള്ളത്. ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ലടാ എനിക്ക്. അങ്ങനെ കോള് ചെയ്തുള്ള ഫ്രണ്ട്സോ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ മെസ്സേജ്, സത്യം പറഞ്ഞാൽ ഇപ്പോഴും എന്നെ പരാതിയാണ്. എന്താടി നീ ഞങ്ങളെ വിളിച്ചാ ഒന്നും എടുക്കത്തില്ലാത്തൊരു സാധനം ഉണ്ടെങ്കിൽ. തിരക്കുണ്ടല്ലോ ഇപ്പൊ. തിരക്കിന്റെ തന്നെ അല്ലടാ. എനിക്ക് ഈ ഫോൺ, ഞാൻ ഏട്ടനുള്ള സമയത്തും ഇങ്ങനെയായിരുന്നു. കുറച്ച് നാളെ എനിക്ക് ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യും വാട്സപ്പ് ഒക്കെ. അങ്ങനെ ഒരു ഇതുള്ളതാ. അപ്പൊ സൂചേട്ടൻ എവിടെയെങ്കിലും പോയിട്ട് ഷൂട്ടിന് എടി വാവട്ടെ നീ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യും, എനിക്ക് വീഡിയോ കോളിൽ കുഞ്ഞിനെ കാണാനാ എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എനിക്ക് എപ്പോഴും പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്.
സോങ്ങിനോട്. ഇപ്പം പിന്നെ വരുന്ന കോഡ് മുഴുവൻ ഓരോ നമ്മുടെ വർക്കുകളാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഫോൺ യൂസ് ചെയ്താൽ അപ്പൊ ഇത് ഈ ഫോൺ യൂസ് ചെയ്യാറില്ല, ചാറ്റുകൾ ചെയ്യാറില്ല എന്ന് പറഞ്ഞല്ലോ, ഇതിനിടയ്ക്ക് ചെയ്യാറില്ല എന്നല്ല, അധികം ചെയ്യാറില്ല, ഓവറായിട്ട് ചെയ്യാറില്ല ആരോടും അങ്ങനെ. അതെ, ഇപ്പൊ ഈ പറയുന്ന സ്ത്രീ ആരോപിക്കുന്ന ഒരു കാര്യമാണ്, മെസ്സേജസ് അയച്ചിട്ട് സുധിച്ചേട്ടനുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് അവര് കീപ്പ് ചെയ്തിരുന്ന സമയത്ത് രേണുസുധിയുടെ വൾഗറായിട്ടുള്ള ചാറ്റ് കണ്ടിട്ടാണ്. ഏത് വർഷമാണ് അവർ പറയുന്നത് എനിക്കറിയില്ല. കാരണം ആദ്യം ഇവരുടെ ഇത് പൊങ്ങിയപ്പോൾ, ഈ സംഭവം ഇങ്ങനെ പൊങ്ങി വന്നപ്പം ഞാൻ അറിഞ്ഞത്, ഞാനിത് കണ്ടില്ല, ഒരു ആങ്കറിൽ നിന്ന് ഞാൻ അറിഞ്ഞത് 2013 കാലഘട്ടത്തിൽ അവരുടെ റിലേഷൻ നന്നായിട്ട് പോകുമ്പോൾ രേണുസുധി മെസ്സേജ് വൾഗർ ചാറ്റ് ചെയ്തു അവരുടെ ജീവിതം നശിപ്പിച്ചത്. 2013 എനിക്ക് കൊല്ലം സുധി അറിയില്ലല്ലോ മാഷെ, എനിക്ക് അറിയില്ല. 2013 കഴിഞ്ഞ് 14, 15, 16, 17 2017 സുധിച്ചേട്ടനുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഹായ് അയച്ചു. ഇവര് പറഞ്ഞ വൾഗർ ചാറ്റ് അല്ലേ, സെക്സ് ചാറ്റ് എല്ലാം കണ്ടല്ലേ ഇവര്. ഓക്കെ, അവരുടെ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞത്. അവര് തെളിയിക്കട്ടെ. തെളിയിച്ചാൽ പോലും ഇപ്പൊ ഞാനും കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള, അതായത് എന്റെ ഹസ്ബൻഡുമായിട്ടുള്ള സെക്സ് ചാറ്റ് അല്ലേ അവര് വെളിപ്പെടുത്താൻ പോകുന്നത്. ആയിക്കോട്ടെ, എനിക്ക് യാതൊരു വിഷയമില്ല. കാരണം അദ്ദേഹത്തിന്റെ കൂടെ കിടന്ന് എനിക്കൊരു കുഞ്ഞുണ്ടല്ലോ. പിന്നെ ഇതിൽ കൂടുതൽ എനിക്ക് ഇതിപ്പോ പുറത്ത് വിട്ടാൽ പോലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അദ്ദേഹം ഞാനും തമ്മിലുള്ളതല്ലേ, ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. പിന്നെ ഇപ്പൊ വേറെ ചില ആൾക്കാർക്കുള്ള പ്രശ്നമാണ്, സുധി മരിച്ചിട്ട് അവളുടെ കണ്ണിൽ നിന്ന് ഇത്രയും ആണ്ടിന് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വരുന്നില്ല, അഭിനയിച്ചു നിൽക്കുന്നു എന്നുള്ള രീതിയിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്നവരോടാ ചോദിക്കുന്നത്, ഇനി ഞാൻ കുറച്ച് കണ്ണുനീരങ്ങ് കരഞ്ഞാലോ? ഇവര് പറയും ഗ്ലിസറിൻ ആണോ? അപ്പൊ ഇവരെ ആരെ ബോധിപ്പിച്ചുകൊണ്ട് എനിക്കിപ്പോ സുധിച്ചേട്ടനുള്ള സ്നേഹം കാണിക്കാൻ സൗകര്യമില്ല. എന്റെ സുധിച്ചേട്ടൻ എന്റെ മനസ്സിലുണ്ട്, അതെന്റെ ഹൃദയത്തിലുണ്ട്. അതിപ്പോ ഇവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അതാണ് ഇവർക്കുള്ള ഉത്തരം. അപ്പൊ മറ്റൊരു ഇന്റർവ്യൂവും കൂടെ റീസെന്റ് ആയിട്ട് കണ്ടതിനകത്ത് പറയുന്നുണ്ട്, ഇപ്പോ സുധിച്ചേട്ടന്റെ ആണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഇരുത്തി എന്നുള്ള ഒരു രീതിയിൽ സംസാരം കണ്ടു. അതിനുശേഷം എനിക്ക് സുധിച്ചേട്ടനെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇരുത്തി കാണുമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം 2 വർഷം കഴിഞ്ഞില്ലേ. അപ്പൊ അതിന് മുന്നേ വരെ സത്യം പറഞ്ഞാൽ ആ പഴയ വീടില്ലേ, ഏട്ടൻ മരിച്ച വീട്ടിൽ സത്യമാണ് കേട്ടോ, അത് കുറച്ച് നാള് നല്ല സാന്നിധ്യം ഉണ്ടായിരുന്നു. നമ്മളിപ്പം ശാസ്ത്രം പറയുന്ന പോലെ വൈറ്റൽ ബോഡി പ്രസൻസ് അതാവാം മേ ബി. അത് കഴിഞ്ഞതിന് ശേഷം 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, ഈ പുതിയ വീട്ടിൽ അധികം അങ്ങനെ പ്രസൻസ് ഒന്നും ഇല്ല. മേ ബി പഴയ വീട്ടിലല്ലേ, ഈ പുതിയ വീട് ഏട്ടൻ അറിയില്ലല്ലോ. അപ്പൊ ആ മരിച്ച സമയത്ത് കുറെ നമുക്ക് ചടങ്ങ് ക്രിസ്ത്യൻ രീതിയിലും ഉണ്ടായിരുന്നു, ഹിന്ദു രീതിയിലും ഉണ്ടായിരുന്നു. ഞാൻ ഓർത്ത് ഇനി ഇരുത്തിച്ചോ ഒന്നും അറിയില്ലല്ലോ ഹിന്ദു രീതി, അല്ലെങ്കിലും അങ്ങനെ ആണെങ്കിൽ തന്നെ പറയോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പഴയ വീട്ടിലായിരുന്നപ്പോഴാണല്ലോ നിങ്ങൾ കൂടുതൽ ഒരുമിച്ച് നിന്നത് അവിടെയാണല്ലോ. അല്ല, അവിടെ നമ്മുടെ തോന്നലും കൂടെ ആയിരിക്കാം സുചേട്ടന്റെ കൂടെ തന്നെയുണ്ട്. ആ ഒരു പ്രസൻസ്, അറ്റ്മോസ്ഫിയർ സ്ഥിരം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യമായിരുന്നല്ലോ. അപ്പോഴായിരിക്കാം കൂടെ ഉണ്ടായിരുന്നു സുചേട്ടന്റെ ഓരോ ആ ഒരു നിങ്ങൾ ഒരുമിച്ചിരുന്ന ചെയറോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കിടന്ന കട്ടിലോ ഒക്കെ കാണുമ്പോൾ എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഫീല്. പക്ഷെ നിങ്ങൾ വേറൊരു വീട്ടിലേക്ക് മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും വേറെ അറ്റ്മോസ്ഫിയർ ആയി, മൊത്തത്തിൽ മാറിയല്ലോ. അപ്പോഴായിരിക്കാം ചിലപ്പോൾ ആ ഒരു ഫീല് അല്ലെ, പ്രസൻസ് ഉണ്ടെന്നുള്ള ഒരു ഫീല് മാറിയത്. പക്ഷെ ഓർമ്മകൾ ഒരിക്കലും നശിച്ചു പോകത്തില്ലല്ലോ, എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും. ഈ 2 വർഷവും കഴിഞ്ഞു, 1 മാസവും കഴിഞ്ഞു, ഒരു ദിവസം പോലും ഞാൻ എൻ്റെ ഇത് പറയുന്നത്, ഞാൻ മറ്റുള്ളവർ അമ്പടി എപ്പോൾ എൻ്റെ കമന്റ് അയ്യടി അവളോ ആലോചിക്കുന്ന അവളെ കണ്ട ആണുങ്ങളുടെ കൂടെ അഴിഞ്ഞാടുക, ആയിക്കോട്ടെ ഈ കമന്റ് വന്നോട്ടേന്നേ. എനിക്ക് പറയാനുള്ള ഒരു ദിവസം പോലും അദ്ദേഹത്തിന് ഒരു ദിവസം പോലും അദ്ദേഹത്തിന്റെ പേര് പറയാത്തൊരു ദിവസം എൻ്റെ നാട്ടിലില്ല. ഈ 2 വർഷവും ഈ 1 മാസവും കഴിഞ്ഞ് ഈ സമയത്ത് പോലും സുധി എന്നുള്ള പേര് പറഞ്ഞാണ് ഒരു ദിവസം തുടങ്ങുന്നത്, ഒരു ദിവസം അവസാനിപ്പിക്കുന്നത്. അത് കേൾപ്പിക്കാനല്ല, എന്റെ വായിൽ അറിയാതെ സുധിച്ചേട്ടൻ സുധി എന്നുള്ള പേര് വന്നിരിക്കും. അതല്ലെങ്കിൽ ആളുകളും അങ്ങനെ തന്നെയാണല്ലോ. അത് തന്നെ അല്ലെ, രേണു സുധി എന്ന് മാത്രം, രേണു എന്ന് വിളിക്കുന്നതിനേക്കാളും കൂടുതൽ രേണു സുധി എന്ന് വിളിക്കുക. സുധി മോളെ എന്നൊക്കെ വിളിക്കും. അയ്യോ മോളെ സോറി വിളിച്ചോളൂ, കുഴപ്പമില്ല എന്ന് പറയും. നമുക്ക് സന്തോഷമാണല്ലോ പേരെപ്പോഴും കേൾക്കാമല്ലോ അല്ലെ. പിന്നെ കിച്ചുവായിട്ട് സന്തോഷമായിട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായി. കാരണം ഞാൻ വേറെ വീഡിയോ ഇന്റർവ്യൂവിൽ കണ്ടിരുന്നു, ഡയറക്റ്റ് ആയിട്ട് ആള് കോൾ ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്ന് തന്നെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, കിച്ചുവായിട്ട് എന്താണ് എനിക്ക്, അതാണ് ഇവരിൽ നിന്ന് ഈ കുറെ കമന്റുകള് കുറെ മീഡിയക്കാര് എല്ലാവരും അല്ല കേട്ടോ, ഇവരൊക്കെ ഉണ്ടാക്കുന്ന കുറെ വ്ളോഗേഴ്സ്, മീഡിയ അല്ല വ്ളോഗേഴ്സുമാർ ഉണ്ടാക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഞാനും കിച്ചു. ഇന്ന് നമ്മള് കാറിൽ വന്നില്ലേ, ആരാ എന്നെ വിളിച്ചത്? കിച്ചു വിളിച്ചിട്ട് അമ്മേ എനിക്ക് പൈസ വേണം, ഇട്ട് തരാവോ എന്ന് ചോദിച്ചു. ഇട്ടുകൊടുത്തു. അവന്റെ ആവശ്യത്തിന് ഞാനല്ല. എന്നിട്ട് വേറൊരു വോയിസ് നാള് കേട്ടു,
ഇവള് കള്ളം പറയാ, അവളങ്ങ് കിച്ചുവിന് പൈസ കൊടുക്കുന്നില്ല. പിന്നെ അവളാണോ കൊടുക്കുന്നത്? ഈ പറഞ്ഞവളാണോ എന്റെ മകന് പൈസ കൊടുക്കുന്നത്? ഇവളൊക്കെ എവിടുന്ന് വരുന്നവളാ ഇവളൊക്കെ? കിച്ചു അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള ഒരു കൊച്ചാണ്. കിച്ചു ബോൾഡിന്റെ തന്നെ അല്ലടാ, അവൻ അങ്ങനെ ഈ ഇതിനൊന്നും ചികിള് കേസിനൊന്നും അവൻ ഇതൊന്നും മറുപടി കൊടുക്കാനേ പോകത്തില്ല. അതെ അവൻ നല്ല ബോൾഡ് ആയിട്ട് റിപ്ലൈ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, അത് അമ്മയുടെ ഇഷ്ടമല്ലേ എന്നാണ് അവൻ അപ്പോഴും അമ്മ എന്നാണ് സംബോധന ചെയ്യുന്നത്. ഇന്നും അമ്മ എന്നാണ് അവൻ വിളിക്കുന്നത്. ഇത് കണ്ടിട്ടാണ് ആൾക്കാർ പറയുന്നത് അയ്യോ അവനുമായിട്ട് പിരിഞ്ഞു നിൽക്കുകയാണ്, അവൻ പ്രശ്നം ഉണ്ടാക്കുന്നു, സുധിച്ചേട്ടന്റെ ട്രോഫികൾ കെട്ടി കട്ടിലിന്റെ അടി വെച്ചേക്കുന്നത് കിച്ചു ആണ് അത് വീഡിയോയിൽ എടുത്തിട്ടത് അല്ലെ, അവന്റെ ചാനലിലൂടെ പുറം ലോകത്തെ അറിയിച്ചതെന്നൊക്കെ രീതിയിൽ പല രീതിയിൽ പറയുന്നുണ്ട്. എന്തേലും പറയട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇതിലും അപ്പുറം വന്നു. അതെ 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 ഇപ്പം തന്നെ വരുന്ന കണ്ടില്ല, ഏതൊരു പെണ്ണാണ് കേരളത്തിൽ സാധാരണ ഒരു പെണ്ണാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ നിൽക്കുവോ? ഇത്രയും പ്രശ്നങ്ങൾ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല, പ്രശ്നങ്ങൾ വന്നോണ്ടിരിക്കും. ഏതേലും സാധാരണ ഒരു സ്ത്രീയാണ് ഇങ്ങനെ ഇരിക്കുവോ, ഇവിടെ വന്ന് സംസാരിക്കുവോ, നേർക്ക് നേരെ നിൽക്കുവോ, മീഡിയക്ക് മുന്നേ നോക്കുവോ? തീർന്നേനോ. ഒന്നെങ്കിൽ ഇവർ ഈ പണി മുടക്കിയിട്ട് വേറെ വല്ല പണിക്ക് പോയേനെ, അങ്ങനെ തന്നെ. അല്ലെങ്കിൽ എപ്പോഴേ ഞാൻ എന്ന ഒരാളായോണ്ടല്ലേ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ എന്തായാലും കൂടുതൽ കണ്ട് ആളുകൾക്ക് ഇഷ്ടം തോന്നി തുടങ്ങി. തുടക്ക സമയത്ത് പലരും ട്രോൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആയിരുന്നു കൂടുതലും. ഇപ്പൊ ചോദിക്കാൻ തുടങ്ങി ആൾക്കാർ, കമന്റ്സിൽ തന്നെ ചോദിക്കാൻ, അവരുടെ വഴിക്ക് വിടും, നിങ്ങൾ എന്തിനാണ് വെറുതെ ഇത്ര ബഹളം ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങി. അത് തന്നെ കിട്ടിയേക്കുന്ന അക്സെപ്റ്റൻസ് ആണ്. കാരണം ഇത്രയും ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുന്നു എന്ന് കാണുമ്പം എല്ലാ സ്ത്രീകൾക്കും പറ്റുന്നൊരു കാര്യമേ അല്ല അത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ ബോൾഡ് ആവാനായിട്ട് പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ കൂടെ നിന്ന് മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന വേറെ ആരാണ് കൂടെയുള്ളത്? അനുഭവം തന്നെ ഗുരു. പിന്നെ നമുക്ക് നല്ല കുറച്ച് സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഒരുപാട് ആ സമയത്തൊക്കെ ധൈര്യം തന്ന ലക്ഷ്മി നക്ഷത്ര, ചിന്നു, പറയാതിരിക്കാൻ പറ്റും. ലക്ഷ്മി നല്ലതായിട്ട് മാനസികമായിട്ട് സോറി ചേച്ചി എന്നാണ്, ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കണം, രേണു ഹാപ്പി ആയിട്ടിരിക്കും. കോണ്ടാക്ട് അവര് തിരക്കാണ്, ഞാനും തിരക്കാണ്. ഞാൻ ഞാൻ വലിയ തിരക്കല്ല, ഞാൻ ചെറിയ തിരക്കാണ്. എങ്കിൽ പോലും മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ എപ്പോഴും ഇപ്പം അന്ന് പോലും ആ സമയത്ത് പോലും വരുന്നതൊക്കെ സമയത്ത് പോലും ഞാൻ അങ്ങനെ എപ്പോഴും വിളിക്കാറില്ല ആരെയും. അവരെ നല്ല ആരെയും വിളിക്കാറില്ല. ഒരു തിരക്കുള്ളവരാണ് ഞാനും. അത്യാവശ്യം ഞാൻ അങ്ങനെ അധികം ആരെയും വിളിക്കാറില്ല ആരെയും. പിന്നെ അതുപോലെ പിന്നെ എൻ്റെ വീട്ടുകാർ ഫുൾ സപ്പോർട്ടായിരുന്നു. എൻ്റെ മാനസികമായിട്ട് എൻ്റെ ചേച്ചി രമ്യ, ചേട്ടാപ്പി, ലിബു, എല്ലാവരും എൻ്റെ ഒരു ധൈര്യം തരാൻ കൂടെയുണ്ട്. പിന്നെ എൻ്റെ മക്കള്, ഇളയ കൊച്ച് കഴിഞ്ഞ ദിവസമല്ല ഞാനൊന്ന് വിഷമിച്ചിരുന്ന, അമ്മേ എന്തിനാ അമ്മ അമ്മ സുധിയച്ഛനെ ഓർത്തല്ലേ കരയുന്നത്? ഞാൻ പിന്നെ കരയുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിഷമിച്ചിരിക്കും. അമ്മ ഞാൻ തന്നെയാ അമ്മ സുധി, ഞാൻ തന്നെയാ സുധി അമ്മ, ഞാൻ എങ്ങും പോയിട്ടില്ല, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയും. എന്നിട്ട് ആൾക്ക് അവന് പേടിയൊന്നുമല്ല. പേടിയെന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ എന്റെ മുന്നിൽ സൂചിച്ചാന്റെ കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമാകുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ടാണ് സോറി അമ്മ ഇനി അച്ഛൻ്റെ കാര്യം പറയത്തില്ല അമ്മ. അപ്പൊ ഞാൻ പറയും എടാ എനിക്ക് വിഷമാകുന്നുണ്ടോ കേട്ടോ. ആണോ അമ്മ? എന്നിട്ട് എന്നോട് ഞാനിപ്പോൾ ഒരു ദിവസം പറഞ്ഞു, 5 വയസ്സല്ലേ ഉള്ളൂ, 5-5.5 കഴിഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞേടാ നീ നമ്മ പൈലറ്റ് ആവണം, അച്ഛൻ്റെ വലിയ ആഗ്രഹമാണ്. അപ്പം മൂത്ത മോൻ അവൻ ആനിമേഷനാണ് താല്പര്യം, അതുകൊണ്ട് അവൻ്റെ ഇഷ്ടം. അവൻ 20 വയസ്സുള്ള കുട്ടിയാണ്, ഈ കുട്ടിക്ക് 5 വയസ്സുള്ള, അവൻ്റെ അനിയനാണ്. അപ്പം സുചാണ്ട് എപ്പോഴും പറയുന്നത് വാവക്കുട്ട നമ്മുടെ കിച്ചൂട്ടനെ അവന് ആനിമേഷനാണ് താല്പര്യം, അവൻ ആ ഒരു മേഖല, പക്ഷെ നമ്മുടെ ഋതപ്പനെ പൈലറ്റ് ആക്കണം. അപ്പം ഞാൻ അതിങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇവൻ എന്നോട് ചോദിക്കും, അമ്മേ പൈലറ്റ് ആക്കി അച്ഛൻ തിരിച്ചു വരുമോ? ഞമ്മടെ അച്ഛൻ തിരിച്ചിനി എങ്ങനെ വരാൻ, അച്ഛൻ മരിച്ചു പോയതല്ലേ അവനോട് ചോദിച്ചു. അപ്പൊ ഞാൻ തിരിച്ചറിവിന്റെ പ്രായം ആയിട്ടില്ലല്ലോ. എന്നോട് ചോദിക്കുന്ന പിന്നെ പൈലറ്റ് ആയി കഴിഞ്ഞാൽ തിരിച്ചു വരുമോന്ന് അച്ഛൻ. അവനില്ല. അപ്പം അവന് നിത്യശാന്തി കിട്ടൂന്ന് പറഞ്ഞ അച്ഛന്. അപ്പൊ എന്നോട് ഇങ്ങോട്ട് പറയാം, നിത്യശാന്തി എപ്പോഴാണോ അമ്മ? അതെന്റെ അമ്മ, ഞാൻ അറിയാതെ വന്നു പോയതാ. അതെ, കുഞ്ഞിനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ അറിയില്ലല്ലോ, അവന് അത് മനസ്സിലാക്കാനുള്ള പ്രായം ഇല്ലാത്ത സമയത്താണല്ലോ നഷ്ടപ്പെട്ടു പോയത്. പിന്നീട് വേറെ വിശേഷങ്ങളായിട്ട് നമ്മൾ പ്രേക്ഷകരോട് സംസാരിക്കണം എന്ന് തോന്നിയിട്ടുള്ള ലൈഫിലെ ഒരു കാര്യം എന്താണ്? നല്ല രീതിയിൽ വർക്കുകൾ പോകുന്നു, നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു, സന്തോഷം. ഒരുപാട് ആൽബംസിലൂടെ എന്തായാലും ഇറങ്ങിയ ആൽബങ്ങളെല്ലാം ദൈവാനുഗ്രഹം കൊണ്ടും പിന്നെ നമ്മൾ നന്നായിട്ട് ചെയ്തുകൊണ്ടാവോ എനിക്കറിയില്ല, എന്തായാലും മില്യൺസ് അടിച്ചു കയറിയിട്ടുണ്ട്. എല്ലാം നല്ല വ്യൂസ് ഉള്ള ആൽബം. വേറെന്ന് പറയുന്നൊരു ഫിലിം ഇറങ്ങി 2 മണിക്കൂറുള്ള, അത് സോഷ്യൽ മീഡിയയിൽ OTT പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയതാണ്. അതും നല്ല രീതിയിൽ പോകുന്നു. എന്നാലും ട്രോളേഴ്സ് ഉണ്ട്, ട്രോളന്മാരൊക്കെ നമുക്ക് വിജയമാണ്. ഒരു സാധനം ഏറ്റെടുത്ത് അതിങ്ങനെ ട്രോൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്നെ ട്രോളുന്ന എന്റെ വിജയമായിട്ട് ഞാൻ കാണും. തീർച്ചയായിട്ടും. പിന്നെ അഭിനയിക്കുന്നതിലാത്തേ അഭിനയമാണോ ഇഷ്ടം, അത് മോഡലിംഗ് ആണോ ഇഷ്ടം? രണ്ടും ഇപ്പം കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഒരുപാട് നല്ല ക്യാരക്ടർ
ചെയ്ത് മോഡലിംഗ് രംഗത്ത് ഇറക്കിയിട്ടുണ്ട് എന്നെ. എന്തായാലും 2 കൈ നീട്ടി ജനങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട്. ഒരുപാട് വൈറലായ ഫോട്ടോഷൂട്ടുകളൊക്കെ ഈ വിഷു തൊട്ട് വന്നിട്ടുമുണ്ട്. തകർത്ത് വൈറലായതുകൊണ്ട് അപ്പം എന്തായാലും സന്തോഷം. രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നു. ഒരുപാട് മില്യൺ വ്യൂസ് വരുന്ന വീഡിയോകളാണ് ഇപ്പൊ എല്ലാം പോലെ. അത് തന്നെ ഒരു വലിയ സപ്പോർട്ടാണ്. നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ പോലും നെഗറ്റീവ് പറയാനാണെങ്കിൽ പോലും ഇവര് കാണാൻ വരുന്നുണ്ടല്ലോ, അത് തന്നെ നമ്മുടെ ഭാഗ്യം. അതെ തീർച്ചയായിട്ടും. പിന്നെ അതിനെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാനുള്ള ഒരു പവർ ഇല്ലേ, അത് തന്നെയാണ് വിജയം അല്ലേ. നമ്മളൊന്നും ഒന്നിലും തളരാൻ പോവാ. ഇപ്പൊ തീയിലിട്ടാലും നമുക്ക് ഇങ്ങനെ അല്ലല്ല, തീയിൽ കുരുത്തത് വെയിലത്ത് അല്ല. എനിക്ക് ദേഹം നൊന്നു പറഞ്ഞാൽ എനിക്ക് വിഷയമാ, പക്ഷെ ഈ മനസ്സ് കല്ലായി പോയി. അതുകൊണ്ട് യാതൊരുവിധ വിഷയമില്ല. ഇനി ഈ പറയുന്ന ആരോപണങ്ങളും വിവാദങ്ങളും എന്നെ അടിക്കുവാണെങ്കിൽ ഇവരെല്ലാം വന്ന് എനിക്കിട്ട് അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യണം. നല്ല വേദന എടുക്കും, ഞാൻ പൊട്ടിക്കരയിൽ നിന്ന്. ദേഹം എനിക്ക് അല്ല, കൂടുതൽ ആൾക്കാരെ ആക്രമിച്ചാൽ നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതല്ല, ഞാൻ കരയുന്നത് എന്റെ കണ്ടുകൂടെ അയ്യോ എന്നെ കൊല്ലേന്ന് പറയും. പക്ഷെ ഈ പറയുന്ന പുറമേ നിന്നുള്ള വാക്കുകളില്ലേ, ഒരിഞ്ച് എന്നെ തളർത്തത്തില്ല, ഏശത്തില്ല. പിന്നെ നമ്മുടെ പുതിയതായിട്ട് വരാനിരിക്കുന്ന പ്രോജക്റ്റുകൾ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തത് ഇനി ഇറങ്ങാനിരിക്കുന്നതായിട്ടുള്ള ആൽബങ്ങളുണ്ട്. തൻസീർ കൂത്തുപറമ്പിന്റെ ഒരു ആൽബം കൂടെ റിലീസ് ആവാനുണ്ട്. പിന്നെ മലബാർ പെട്ടിക്കടയുടെ ഒരു ആൽബം, ഇതായത് വേരും അതുപോലെ കാണാമുല്ല എന്ന് പറയുന്ന ആൽബം ഒക്കെ മില്യൺ അടിച്ച ആൽബമാണ്. അതും അലൻ ജോസ് പെരേര, ഞാനേ പ്രതീക്ഷ അഭിനയിച്ച ആൽബം. അത് ഇനി അതിൻ്റെ ഒരു ആൽബം കൂടി ഇനി റിലീസ് ആവാനുണ്ട്. പിന്നെ അൻഷാദ് പാലാടെ ഒരു ആൽബം, ശ്രീകുട്ടിയോ എന്തോ, സ്വന്തം ശ്രീകുട്ടിയോ അങ്ങനെ എന്തോ പറയുന്നത്, കണ്ണേട്ടന്റെ ശ്രീകുട്ടി. ഒത്തിരി അതല്ല, കുറെ എണ്ണം ചെയ്യുന്നത് കൊണ്ട് ഏതൊക്കെയാ. കണ്ണേട്ടന്റെ ശ്രീകുട്ടി റിലീസ് ആകാനുണ്ട്. പിന്നെ 2 സിനിമയുടെ പൂജ കഴിഞ്ഞ, അതിൽ 2 നല്ല ക്യാരക്ടർ വേഷമാണ്. പിന്നെ 3 സിനിമ റിലീസ് ആകാനുണ്ട്. നിശ്ചയം, ദയാവധം, ചേഞ്ച്. 3നും നല്ല അത്യാവശ്യം നല്ല ക്യാരക്ടറാണ് കിട്ടിയേക്കുന്നത്. അപ്പം അതുപോലെ പ്ലാൻ, ഇനി വരാതിരിക്കുന്ന അപ്കമിങ് മൂവി പ്ലാൻ. പിന്നെ നമ്മുടെ ഫാമിലി സർക്കസ്, നിതീഷ് കെ നായർ സാറിന്റെ ഫാമിലി സർക്കസ്. ഏതോ ഒരു മൂവിയിൽ പാട്ട് പാടി എന്ന് കേട്ടു. ഇനി പിന്നണി ഗായിക ട്രോള് വന്നിട്ടുണ്ടായിരുന്നു. അത് അല്ല, ഇത് ഇറങ്ങിയിട്ടില്ല. അത് അവൻ അഭയകുമാർ ഇൻ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഫിലിമിന് വേണ്ടി തമിഴ് ഗാനാണ് പാടിയിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ സ്വീറ്റ് സൗണ്ടിലല്ല, അതല്ല അവർക്ക് വേണ്ടത്. അവർക്കൊരു എന്റെയൊക്കെ സൗണ്ട് ഒരുമാതിരി നോർമൽ സൗണ്ടിൽ, നമ്മൾ ഈ കോറസ് ഒക്കെ പാടുന്ന സൗണ്ടിൽ അങ്ങനത്തെ ഒരു സാധനം ഡ്യൂറ്റ് ആയിട്ട് പാടുന്ന അഭയകുമാർ എന്ന് പറയുന്ന ആ സാറുമായിട്ടാണ് ഞാൻ പാടിയത്. ഡ്യൂറ്റ് സോങ് എനിക്കൊന്ന് കുറച്ച് ദിവസം, അടുത്ത ദിവസങ്ങൾ അങ്ങാണ്ട് റിലീസ് ആകുമെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും അടുത്ത ട്രോളിനുള്ള വകയായി തോന്നുന്നു. വെൽക്കം ചെയ്തു. വെൽക്കം. അതാണ് എല്ലാ ട്രോളേഴ്സിനും സ്വാഗതം. ഞാൻ പറയുന്ന പോലെ എല്ലാ ശരിക്കും പറയും ഈ ട്രോളുകളാണ് നമ്മുടെ പരസ്യം. തീർച്ചയായിട്ടും പരസ്യം ചെയ്യണം. അവര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏതാണ് അടുത്തത്. രേണുസുതി എന്താണ് ചെയ്യാൻ പോകുന്നത്, രേണുസുതി എന്താണ്. ബോഡി ഷേമിങ്ങിന്റെ കാര്യമൊക്കെ ഒരുപാട് നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. ബോഡി ഷേമിങ്ങിന് മാരക വേർഷം നേരിടുന്ന കേരളത്തിലെ ഒരേ ഒരു വനിതയാണ് ഈ രേണുസുതി. പക്ഷെ നേരിട്ട് ഞാൻ കണ്ടപ്പോഴേ, നമ്മള് ടിവിയില് ഇതില് ടി വിയിലല്ലോ, സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ അല്ലല്ലോ. മൊത്തത്തില് എല്ലാരും പറയാറുണ്ട് ഈ പറയുന്ന കാര്യം തന്നെ നേരിട്ട്. അതെ, ഇപ്പൊ നേരിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ടാണെങ്കിൽ തന്നെ കുറച്ച് പേര് വന്ന് കണ്ടിട്ട് പോയവരെല്ലാം പറഞ്ഞത്, അയ്യോ കാണുന്ന ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളല്ല, കാണാൻ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോ എന്ന്. ഈ ഹെയർ ഒക്കെ ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്താണല്ലോ. ഹെയർ ഇവിടം വരെ നമുക്ക് ഹെയർ ഹെൽത്തി ഹെയർ ആയിരുന്നു. അപ്പം ഞാൻ റൂമ മാമിന്റെ അടുത്ത് പോയപ്പോൾ മാം പറഞ്ഞു, മോളെ ഇത് ബോട്ടോക്സി ഒന്നും ചെയ്യണ്ട, കാരണം ഹെൽത്തി ഹെയർ ആണ്, കെയർ ചെയ്യേണ്ട. അതായത് ട്രീറ്റ്മെന്റ് ചെയ്ത് നമ്മൾ കെയർ ചെയ്യേണ്ട, അല്ലാതെ ഹെൽത്തി. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, എക്സ്റ്റൻഷൻ ചെയ്യാം. അതായത് റൂമ പെർമനന്റ് കോസ്മെറ്റിക്സിലാണ് അവർ ചെയ്തത്. നമ്മുടെ ലൈറ്റ് വെയിറ്റ് ആണ്, ഇൻവിസിബിൾ ഹെയർ. രസമുണ്ട് കാണാനായിട്ട്. ഒറിജിനൽ ഹെയർ ഫേസും കൂടെ കുറച്ച് മാറി, ഇങ്ങനെ ഹെയർ കുറച്ചും കൂടെ ലെങ്തി ആയപ്പോ. അതെ, അവര് തന്നെ മൈക്രോ ബ്ലേഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, BB ഗ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി, ഓക്കെ. അപ്പൊ കുറച്ച് വീണ്ടും വീണ്ടും ബ്യൂട്ടി ആയി വരികയാണ് ഓരോ ദിവസം തോറും. ഗ്ലാമർ ഇങ്ങനെ കൂടി ഞങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ് കേട്ടോ. ആൾക്കാരിങ്ങനെ പല കുട്ടി നമുക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായി, പിന്നെ നമ്മളത് വിശ്വസിക്കാം. താങ്ക് യു. നല്ല ആങ്കർ കേട്ടോ, അടിപൊളി. കാരണം ഒരു ആങ്കർ നമ്മളുടെ അടുത്ത് സംസാരിക്കാൻ നമുക്കറിയാം. നമ്മളെ ഐസാക്കുന്ന ആങ്കർമാർ, ഞാൻ ഒരുപാട് ആങ്കർമാരുടെ മുന്നിൽ ഇരുന്നിട്ടുമുണ്ട്, ഒരുപാട് ചാനലിന് വേണ്ടി ഇന്റർവ്യൂ. എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ്. ശരിയാണ്, ഞങ്ങൾ തന്നെ വിളിച്ചപ്പോൾ രേണുസുതിയാന്ന് തോന്നുന്നത്. അപ്പം ഒരുപാട് ആങ്കർമാരെ കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂ. മോളെ ഇരുത്തിക്കൊണ്ട് ഞാൻ പുകഴ്ത്തി പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. എല്ലാവരും
കംഫർട്ടബിൾ ഒന്നും അല്ല. നമുക്ക് അതാണ് ഇഷ്ടം. കാരണം നമ്മളോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന ആൾക്ക് അവരുടെ ഒരു കംഫർട്ട് സോൺ 95% നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആങ്കർമാരെയാണ് ദൈവം സഹായിച്ച് കിട്ടിയത്. കുട്ടി നല്ല കംഫർട്ടബിൾ ആണ്. താങ്ക് യു. അപ്പം പിന്നെ എല്ലാവരും നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളല്ല ശരിക്കും പറഞ്ഞ രേണുസുതി. കാരണം ഞാൻ പല വീഡിയോസും ഇപ്പം നമ്മൾ തമ്മിൽ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഈ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള പല വീഡിയോകളും ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന്റെ എല്ലാം കമന്റ് സെക്ഷനിൽ ഇപ്പൊ കൂടുതൽ ആൾക്കാരും പോസിറ്റീവായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളവർ പോലും ഇപ്പോൾ പോസിറ്റീവിലേക്ക് വന്നിട്ടുള്ളത് ഈ പിടിച്ചു നിന്ന് ഇത്രയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെ കാണിച്ച മനസ്സാണ്. നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് ഇട്ടിട്ട് പോകേണ്ട സമയം കഴിഞ്ഞു അല്ലെ. വേറെ ഒരു സ്ത്രീ ആയിരുന്നു ഒരു പക്ഷെ ഇതിലൊക്കെ ഒത്തിരി ഒതുങ്ങിയേനെ. പക്ഷെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്കും ഒന്ന് പേഴ്സണലി ഒന്ന് സംസാരിക്കാൻ തന്നെ ഒരു ആഗ്രഹം തോന്നിയ ഒരു കാരണം. അപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ മുന്നോട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി ആൾക്കാർ നമ്മളെ നേരിട്ട് ആൾക്കാർ നമ്മളിലേക്ക് എറിയുന്ന കല്ലിനെ എടുത്ത് തിരിച്ചറിയാനല്ലല്ലോ നമ്മൾ നോക്കുന്നത്. ഇതൊന്നും നോക്കാറ് പോലും അതെ ഇതൊന്നും ശ്രദ്ധിക്കാറ് പോലും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇനി അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ ഇനി അഭിനയത്തിലൂടെ മുന്നോട്ട് പോകുന്ന തന്നെയാണല്ലോ തീരുമാനം. നമ്മളെ വിളിക്കും, അഭിനയത്തിന് വിളിച്ചാൽ നമ്മൾ ഇനിയും ചെയ്യും. നമ്മളെ ഇതിന് മോഡലിങ്ങിന് വിളിച്ചാൽ നമ്മൾ ഇനിയും ചെയ്യും. എന്തായാലും മോഡലിംഗ് അഭിനയം എന്തായാലും ഈ ഒരു മേഖല തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ടുള്ളൊരു സാധനമല്ലെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഈ അഭിനയവും മോഡലിംഗ് സ്ഥിരമുള്ളതല്ല എങ്കിൽ പോലും എവിടം വരെ പോകും അതുപോലെ പോകും. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു മനസ്സിലാക്കൽ അല്ലേ. ചിലര് ഞാൻ എന്നും ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന് പറയുന്നതിൽ നിന്ന് എന്നെ സംബന്ധിച്ച് സാധാരണ ആൾക്കാർ ഇപ്പം സോഷ്യൽ മീഡിയ ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അവിടെ ഒന്ന് കയറി പറ്റാതെ അവിടെ ഒരു സ്ഥാനം എത്താൻ 24 hours അവരുടെ വീഡിയോസ് ഒക്കെ വരാൻ ഒരുപാട് പേര് പല കാര്യങ്ങളും തല പുകഞ്ഞാലോചിച്ച് ചെയ്യണുണ്ട്. വൈറലാണ്. അപ്പൊ അവരുടെയൊക്കെ അവരെന്നും ഹൈപ്പിൽ നിൽക്കണം എന്ന് പറഞ്ഞ് വരുന്നവരാണ്. അവർക്ക് അങ്ങനെ ചെയ്യണോന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഹൈപ്പിൽ കയറണം എന്ന് പറഞ്ഞ് വന്ന ഒരാളല്ല, ഒരു വ്യക്തിയല്ല. ഒരു ഒഴുക്ക് ഞാൻ എന്നും പറയുന്നത് ഒരു ഒഴുക്കിനനുസരിച്ച് വന്ന് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ഒഴുക്ക് താഴോട്ട് പോയാലും ഇത് മുകളിലോട്ട് പോയാലും എനിക്ക് ഒരുപോലെ ഉള്ളൂ. എനിക്കത് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നുമില്ല. അതെ, അങ്ങനെയൊന്നും എല്ലാവരും ചിന്തിക്കാറില്ല. ഒരു സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ കാണുന്ന അഹങ്കാരം ഒന്നും ഞാനിവിടെ കണ്ടില്ല. ഇപ്പൊ ഈ മനസ്സിലാക്കലുണ്ടല്ലോ, എന്തായാലും കയറി പോകാനാണെങ്കിൽ കയറി പോവും, താഴത്തേക്ക് പോകാനാണെങ്കിൽ താഴെ, രണ്ടും അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ട്. അത് തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും. നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ നിൽക്കുന്നത് അല്ലേ. ഓക്കെ. പിന്നെ ഇടയ്ക്ക് വെച്ച് നമ്മൾ സംസാരിച്ചപ്പം പറഞ്ഞല്ലോ യക്ഷിയായിട്ട് അഭിനയിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഇപ്പൊ മേക്കപ്പും കൂടെ ഒക്കെ ചെയ്തു വന്നിരുന്നിട്ട് എനിക്ക് കറക്റ്റ് ആ യക്ഷിയുടെ ആ ഒരു ലുക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. യക്ഷിന്ന് വിളിച്ചിട്ട് ഇത്രയും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഭയങ്കര സന്തോഷം. ക്യാരക്ടർ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂല് പറഞ്ഞു തോന്നുന്നു, എനിക്ക് തോന്നുന്നത് വെറൈറ്റി മീഡിയയുടെ തോന്നുന്നു റോഹന്റെ ആയിട്ടുള്ള എന്നോട് ചോദിച്ചാൽ എന്ത് ക്യാരക്ടർ ചെയ്യാനാണ് ഇഷ്ടം. അപ്പം ഇപ്പൊ മോള് ചോദിച്ചോലെ എനിക്ക് യക്ഷി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ് യക്ഷിപ്പാട്ട് സ്ഥിരം. എനിക്ക് തോന്നുന്നു മിക്കപ്പോഴും വായിൽ മൂളിക്കൊണ്ട് നടക്കുന്നത് വരെ ആ കഥ അറിയാം. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കണ്ടോണ്ടിരിക്കുന്നതൊക്കെ അതുമായിട്ട് എനിക്ക് ഞാൻ കണ്ടപ്പോഴൊക്കെ ഇത് ഇപ്പൊ യക്ഷിയാവാൻ ഇത്രയും ആഗ്രഹമുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ഭയങ്കര ഇഷ്ടമാണ്. അതെ, നമ്മളെ കളിയാക്കി എടി യക്ഷി എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇത് പക്ഷെ യക്ഷി എന്ന് വിളിക്കുന്നതും യക്ഷിയാണെന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഒരാള് യക്ഷിയാവാനാണ് ഇഷ്ടം. അപ്പൊ ഇനി ഉടനെ തന്നെ യക്ഷിയാവാൻ ഒരു ചാൻസ് കിട്ടട്ടെ. അല്ല, ലുക്ക് ഉണ്ട് കേട്ടോ, കണ്ണൊക്കെ ആണെങ്കിലും. കഴിഞ്ഞിടയ്ക്ക് മറ്റേ എന്താണ് ലെൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ഇത് ചെയ്തില്ലേ റീല്, അത് കണ്ടപ്പം എനിക്ക് തോന്നിയ കണ്ണ് നല്ല ഭയങ്കര ഒരു നീലയോ പച്ചയോ പോലത്തെ ഒരു ലെൻസ് വെച്ചിരുന്നില്ലേ, അത് കണ്ടപ്പോ എനിക്ക് തോന്നി കണ്ണ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള വലിയ കണ്ണാണ്. എന്ന് വെച്ചാൽ അത്യാവശ്യം പെട്ടെന്ന് ഒരു പീലി ഒത്തിരി ഉള്ളതുകൊണ്ട് ഭംഗിയുണ്ടാവും. വരച്ചൊക്കെ നമ്മൾ അതിന് ഐ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പൊ രക്ഷയാവാനുള്ള ചാൻസ് ചിലപ്പം ഈ വീഡിയോ കണ്ടിട്ടാവട്ടെ കിട്ടുന്നത്. ജീവിതത്തിൽ ലക്ഷ്യമൊന്നും അല്ലല്ലോ, മക്കളുടെ നല്ല അമ്മയാണ്, ചേട്ടന്റെ നല്ല ഭാര്യയായിരുന്നു. അതുകൊണ്ടാണ് വാവക്കുട്ട എന്നുള്ള വിളി മരിക്കുന്നവരെ ഉണ്ടായല്ലോ. നിങ്ങൾ ഏകദേശം 2017 തൊട്ട് 5 വർഷത്തോളം ഒന്നിച്ചുണ്ടായിരുന്നു അല്ലെ. അതും ആ 2017
നമ്മൾ ഓഗസ്റ്റ് മെയ് 7-ാം തീയതി രജിസ്റ്റർ മാരേജ് ചെയ്തതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഒരുമിച്ച് കൊല്ലത്ത് പോയി ഞാൻ 1 വർഷം നിന്നതും. അത് കഴിഞ്ഞ് 2018 ആയപ്പോൾ കുഞ്ഞായി, 19 ആയപ്പോൾ കുഞ്ഞായി കഴിഞ്ഞപ്പോൾ പ്രളയവും കാര്യങ്ങളും, പിന്നെ ലോക്ക്ഡൌണും, പിന്നെ പ്രളയമല്ല നമ്മുടെ കോവിഡ്. പ്രളയം അല്ലടാ, പ്രളയം വന്നായിരുന്നു 2018. ആദ്യത്തെ സുചേട്ടനെ എന്റെ കല്യാണം കഴിഞ്ഞ സമയത്തായിരിക്കും പ്രളയം. അല്ല, ആദ്യത്തെ കുഞ്ഞ് അബോഷൻ ആയിപ്പായിരുന്നു സുചേട്ടനെ എന്റെ കുഞ്ഞ്. അത് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ ബിലിവേഴ്സ് ഹോസ്പിറ്റലാണ് അബോഷൻ ആക്കിയായിരുന്നു. അപ്പൊ ആ സമയത്താണ് പ്രളയം വന്നത്, ഒരു മഴയുടെ പ്രശ്നം. അതിനുശേഷം രണ്ടാമത്തെ കുഞ്ഞുണ്ടായ ഋതപ്പൻ ഉണ്ടായ, അതായത് ഈ അബോഷൻ ആയതിനു ശേഷമുള്ള ഋതപ്പൻ. അപ്പൊ ആ ഋതപ്പൻ ഉണ്ടായ സമയത്താണ് കോവിഡ് വന്നത്. അതോടുകൂടി ഞങ്ങൾ മാനസികമായിട്ട് സൂചിച്ചാണ്. അപ്പം അതിന്റെ അർത്ഥം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ജീവിച്ചിട്ടില്ല, ജീവിച്ച് തുടങ്ങാൻ പോകുന്നതേ ഉള്ളായിരുന്നു. അപ്പോഴാണ് മരണം കൊണ്ടുപോയത്. ഞങ്ങൾ ജീവിച്ചിട്ടില്ല. പറയുന്നവർക്ക് എന്തും പറയാം, അവരങ്ങനെ അവളങ്ങനെ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനും ശ്രദ്ധിച്ചത്, അതാണ് എനിക്ക് ഏറ്റവും വലിയ ദുഃഖമായിട്ട്. ആളും ഞാനും തമ്മിൽ ജീവിച്ച് തുടങ്ങാൻ പോകുന്നതേ ഉള്ളായിരുന്നു. എന്തായാലും അത്ര 5 വർഷവും ഈ വാവക്കുട്ടാന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന, വേണ്ട ഒന്നും വേണ്ട, തലേന്ന് എന്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റ് പോയ മനുഷ്യനല്ലേ. അല്ലാതെ എന്നെ ഇഷ്ടമില്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കാൻ താല്പര്യം, പുള്ളി എന്തിനാണ് എന്റെ കൂടെ ജീവിക്കുന്നത്? ഒരിക്കലും ജീവിക്കത്തില്ലോ എന്റെ കൂടെ. എന്നോട് എപ്പോഴും പറഞ്ഞ 100 വർഷം ഒന്നും ജീവിക്കാൻ പറ്റണേ കർത്താവേ എന്നാണ് ആള് പറയുന്നത്. ഈ സംഭവം നടക്കുന്നതിന്റെ തലേന്ന് അന്ന് ആണെന്ന് തോന്നുന്നല്ലേ വിളിച്ചു? അല്ല, തലേന്ന് രാത്രി ലാസ്റ്റ് ആയിട്ട് വിളിച്ചത്, വീഡിയോ കോൾ ചെയ്ത് കരഞ്ഞു ആളെ. ഇപ്പൊ എനിക്കത് അസ്വാഭാവികമായിട്ടൊന്നും തോന്നില്ല. കാരണം ഒരു 2 ദിവസം ഷൂട്ടിന് പോയാൽ കിടന്ന് കരയുന്നത്, എനിക്ക് വാവട്ടെ, എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാവട്ടെ, ഇങ്ങനെയൊക്കെ പോലെ കരയതാ. അപ്പൊ എനിക്കത്ര അസ്വാഭാവിക, അച്ഛന്മാർ ഇമോഷണൽ ആയിട്ടുള്ള ഭയങ്കര ഇമോഷനാണ് എപ്പോഴും ആളെ. മിക്ക ദിവസവും അങ്ങനെ. വേറൊന്നുമില്ല, സ്നേഹം കൂടിക്കഴിഞ്ഞാൽ ഇല്ലേ കണ്ണൊക്കെ നിറയും. കാരണം അത്ര അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹം മുൻ ജീവിതത്തിൽ. എന്നോട് പറഞ്ഞിട്ടുണ്ട്. പഴയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും വ്യക്തിഗതയെ പറഞ്ഞല്ല, ആൾ എന്നോട് പറഞ്ഞത് വെച്ചിട്ട് ആൾ ഒരുപാട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ആളുടെ ലൈഫിൽ അന്നില്ല, കുറച്ച് നാളത്തെ പരിചയമുള്ള ആളുമായിട്ട് പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ട്. കിച്ചുവിനെ പ്രോഗ്രാമുകളിൽ കൊണ്ടുപോയിട്ട് തൊട്ടിൽ കെട്ടി അവിടെയൊക്കെ വളർത്തിയ ഒരു കഥയൊക്കെ കേട്ടിട്ടുണ്ട്. ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അത് ആ സ്റ്റേജിൽ പറയുമ്പോ തന്നെ ആള് കരഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു അത് പറഞ്ഞത്. അതെ, അതിനുശേഷമല്ലേ എന്നെയും കൂടെ സ്റ്റേജിലോട്ട് വിളിച്ചത്. അതെ അതെ അതെ. അപ്പൊ അദ്ദേഹം എന്തുമാത്രം ഞങ്ങളുടെ ലൈഫിന്, അല്ലെങ്കിൽ രേണു സുധി എന്ന ആളുടെ വാവക്കുട്ടിക്ക് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹം മരണം വരെ കൊടുത്തിരുന്നെന്ന് മാത്രം ഞാൻ ചിന്തിച്ചാൽ പോരെ. വേറെ പുറമേ നിന്നുള്ള ബാഹ്യശക്തികൾ എന്ത് കാണിച്ചാലും നമ്മൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? അദ്ദേഹത്തിന്റെ ആത്മാവ് എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവ് എപ്പോഴും നമ്മൾ ബ്ലെസ് ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ എനിക്ക് തോന്നുന്നു എന്ത് കാര്യം വന്നാലും അത്രയും നേരിടാനുള്ള ആ പവർ കിട്ടുന്നതും ആ ഒരു കാരണം കൊണ്ടായിരിക്കാം. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളൊരിക്കലും നമ്മൾ മോശത്തിലേക്ക് പോയാലേ സങ്കടപ്പെടുള്ളൂ. തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. ആരെന്ത് പറഞ്ഞാലും സുധിച്ചേട്ടൻ അറിയാലോ എന്താണ് രേണു എന്നുള്ളത്. നമ്മൾ രാത്രി കരയുന്നതും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മളെ എപ്പോഴും കരഞ്ഞു കാണിക്കാനും പറ്റില്ല. മറ്റുള്ളവർ അതെ, അതെ അതെ അതെ, അതാണ് ശരിക്കുമുള്ള അഭിനയം. അല്ലെ, ആരെ കണ്ടാലും ഉടനെ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് കരയുന്നതാണ് അഭിനയം. അതിന്റെ ആവശ്യമില്ല. കരഞ്ഞു കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം, അത് സ്വാഭാവികമാണല്ലോ. അപ്പൊ അതില് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. സ്വന്തം ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റി നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം. ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അതായത് രേണുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എപ്പോഴും അത് തന്നെയാണ് ഇഷ്ടം. രേണുവിന്റെ ചിരിച്ച മുഖം, സന്തോഷമായിട്ടിരിക്കുന്ന ഒരുപാട് പ്രോഗ്രാംസ് കിട്ടുന്നത്, അങ്ങനെയൊക്കെ തന്നെയൊക്കെ ഇരിക്കട്ടെ. പിന്നെ വീട്ടില് ഇപ്പൊ നിലവിൽ കൂടെ ഉള്ളതാരാണ്? കുഞ്ഞിന്റെ പപ്പ, അമ്മയുണ്ട്. പിന്നെ ചേച്ചി ഫാമിലി തൊട്ടു പുറകിൽ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞിന് ഇവര് ചേച്ചിയുടെ മക്കളുമായിട്ട് ഒരുമിച്ചാണ് വളരുന്നതും പഠിക്കുന്നതും ഒക്കെ. പഠിക്കാൻ സ്കൂളിൽ പോയി. അപ്പൊ ചേച്ചി ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടാക്കും. ഇവർ ഒരുമിച്ച്, പപ്പായമ്മ ഒരുമിച്ചാണ് ഇവരെ സ്കൂളിൽ കൊണ്ടുവരുന്നത്. ചേച്ചി വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുപോകും. അങ്ങനെയാണ് ഇപ്പം. അതുകൊണ്ട് ഞാൻ എവിടെ ഇപ്പം ഷൂട്ടിന് ഇപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ടാണ്. സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. പിന്നെ വേറെ ആരാണ് നമുക്കുള്ളത്? വേറെ ആരുണ്ട്? തൊട്ടടുത്തുള്ള സഹോദരിയല്ലേ ഉള്ളു. എനിക്ക് ഞങ്ങൾ ആങ്ങണം പെണ്ണുമായിട്ട് ഞങ്ങൾ 2 പെൺപിള്ളേരേ ഉള്ളൂ. എനിക്കൊരു പ്രശ്നം വന്നാൽ അവളും, അവൾക്കൊരു പ്രശ്നം വന്നാൽ ഞാനും അല്ലേ ഉള്ളൂ. അവളെന്ന് വിളിക്കുന്നത് എന്റെ 6 വയസ്സിന് 7 വയസ്സിന് മൂത്തതാ ചേച്ചിയല്ലേ ഉള്ളൂ. പൊതുവെ എല്ലാവരും അങ്ങനെയാണ്. അല്ലെ, കൂടപ്പിറപ്പുകളെ പ്രത്യേകിച്ച് അങ്ങനെ ബഹുമാനം കൊടുത്ത് വിളിക്കാറില്ലല്ലോ.